നമസ്കാരം. സുവാണിയിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളുമാണ് പറഞ്ഞു പോകുന്നത്. ഇതിൽ നിന്ന് നമ്മൾ വേദങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും പുരാണങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കും ഒക്കെ പോകും. അപ്പോൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇത് കാണുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട്, റീച്ചിൻ്റെ കുറവുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക ചാനലായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇത് കാണുന്നവർ കുറച്ച് പേരായാലും പരമാവധി ആളുകൾക്ക് ഇത് അയച്ചേക്കണം. ഇത് ഒരു സത്യാന്വേഷണത്തിൻ്റെ ഒരു രൂപത്തിലാണ് ഇത് പോകുന്നത്. ഇന്ത്യയിൽ ആത്മീയത എന്നാണ് ആരംഭിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായ ചില നിഗമനങ്ങൾ, വർഷം കൃത്യമായി ഇന്ന വർഷം ഇന്ന മാസത്തിൽ ഇന്ന തീയതിയിൽ ആരംഭിച്ചു എന്നൊന്നും പറയാൻ കഴിയും. പക്ഷേ മാക്സ് മുള്ളറിനെ പോലെയുള്ള എഴുത്തുകാർ, മാക്സ് മുള്ളർ ആര്യ സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചില തർക്കങ്ങളും വിഷയങ്ങളുമുണ്ട്. ആര്യ സിദ്ധാന്തം ശരിയല്ല എന്നൊക്കെ പറയുന്നു. ആര്യന്മാർ വന്നത് ആ സിദ്ധാന്തം. അതേസമയം മാക്സ് മുള്ളർ പറയുന്ന മറ്റൊരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ അവർ പറയുന്നത് പഴയ കാലത്തെ ആളുകൾ, മുഴുവൻ ആളുകളും ഈ മുൻകാലങ്ങളിൽ കാട്ടിൽ വസിച്ചിരുന്നവരാകട്ടെ, കാട്ടിൽ നിന്ന് കുറച്ച് പുറത്ത് വന്നിട്ട് സമ്പൂർണ്ണമായി ഗ്രാമമൊന്നും ആയിട്ടില്ല, നഗരമൊന്നും ആയിട്ടില്ല, എന്നാലും കാടിൻ്റെ ആവാസ വ്യവസ്ഥയുടെ ഒരു സെമി ഫോറസ്റ്റ് ലൈനിലൊക്കെ ഉള്ള സ്ഥലത്തിരിക്കുമ്പോഴൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഞാൻ ആരാണ്, നമുക്കെങ്ങനെയാണ് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ വളരെ രസകരമായ ചില ചോദ്യങ്ങളാണ് അവർ ചോദിച്ചിരുന്നത്. അവർ ചോദിച്ചിരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് വളരെ രസകരമായ ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അതായത് ആരാണ് ഞാൻ, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് സൂര്യനെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങൾ അവർ ചോദിച്ചിരുന്നു. ഈ സുഖം എങ്ങനെയാണ് മനുഷ്യന് വരുന്നത് എന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു. ആനന്ദം കിട്ടുന്നത് എന്താണ്, ആഹാരം കഴിക്കുകയും വസ്ത്രം അന്ന് വസ്ത്രമില്ല, മരവുരിയാണ് ഉടുക്കുന്നത്, കിട്ടുന്ന എന്തെങ്കിലും ആഹാരമൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ കൂടുതലും ഇരുന്ന് മനനം ചെയ്ത് എന്താണ് ഇന്ത്യൻ ആത്മീയതയും അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയും ഇന്ത്യൻ ശാസ്ത്രവും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള ഒരു അന്വേഷണവും പാശ്ചാത്യ അന്വേഷണവുമായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ സമ്പൂർണമായും ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. മനനമാണ് കൂടുതൽ. ഓരോ കാര്യങ്ങളും നിശബ്ദമായിരിക്കും, ഒരുപാട് സമയം നിശബ്ദമായിരിക്കും. ഓരോ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. എന്താണ് എൻ്റെ ദുഃഖത്തിന് കാരണം, ഞാനിന്ന് മറ്റാർക്കെങ്കിലും ദുഃഖം കൊടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളായിട്ട്. ഈ സത്യം എന്ന് പറയുന്നത് എന്താണ്, സത്യം വധ എന്ന് പറഞ്ഞാൽ ധർമ്മം ചര എന്നൊക്കെ പറയാറുണ്ട്. സത്യം വധ, എന്താണ് ഈ സത്യം, ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെവിടെയാണ് ഇരിക്കുന്നത്, അതെങ്ങനെയാണ് കണ്ടെത്തുക, എന്താണ് അതിൻ്റെ രൂപം, ഇതൊരു വലിയ അന്വേഷണ വിഷയമായിരുന്നു. ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് സൂര്യൻ, അതിൻ്റെ ജീവശക്തി എവിടെ നിന്നാണ് വരുന്നത്, മനുഷ്യൻ്റെ ശക്തി എവിടെ നിന്നാണ് വരുന്നത്, മനുഷ്യന് ശരീരവും മനസ്സും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ മനുഷ്യൻ്റെ ശരീര ജീവിതത്തിൽ, മരണത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ, ജനന മരണങ്ങൾ എന്താണ്, കഴിഞ്ഞ ജന്മം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ടോ, പുനർജന്മമുണ്ടോ, ഈ ദൈവങ്ങൾ, വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു അന്വേഷണമാണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടേണ്ട അറിവ് എന്നുള്ളതാണ്. ആ അറിവിൽ നിന്നാണ് നമുക്ക് എങ്ങനെയാണ് ദുഃഖമുണ്ടാവുക എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നു. അത് ശാരീരിക ദുഃഖമാണോ, മാനസിക ദുഃഖമാണോ, അത് സമ്പത്തില്ലാത്തതാണോ, അധികാരമില്ലാത്തതാണോ, എന്താണ് ദുഃഖം. ദുഃഖമുണ്ടെങ്കിൽ, ഒരു കാര്യമുണ്ടെങ്കിൽ ഒരു കാരണവും കാണണം. ദുഃഖത്തിൻ്റെ കാരണം എന്താണ്, അപ്പോൾ ദുഃഖത്തിൻ്റെ കാര്യം എന്താണ്, അതിനൊരു കാരണം എന്തെന്ന്, അപ്പോൾ അത് കണ്ടുപിടിക്കണം, അത് അന്വേഷിക്കണം. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് പോകുമ്പോഴാണ് ഒരു ജ്ഞാനമാർഗത്തിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ ഇതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് മനുഷ്യൻ വരുന്നത്. ആ വരുന്ന രൂപം തന്നെ ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ മനനങ്ങളിലൂടെയും നിശബ്ദമായിരുന്ന് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നിശബ്ദമായിരുന്ന് തൻ്റെ മനസ്സിനകത്ത്, അപ്പോഴും അവർ നിശബ്ദമായിരിക്കുമ്പോഴും മനസ്സിനകത്ത് ആരോടുന്നുണ്ട് ഈ ചോദ്യം കിടന്ന് കറങ്ങുകയാണ്. ഈ കടലിൽ ശാന്തമായിരിക്കുന്ന കടലിൽ തിരമാല ഇല്ലെന്ന് നമ്മൾ ധരിക്കരുത്. പക്ഷെ നമുക്ക് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഉൾക്കടലിലോ അല്ലെങ്കിൽ ആഴക്കടലിലോ തിരമാല ഉണ്ടാവും എപ്പോഴും. അതുപോലെ ഇതിങ്ങനെ കിടന്ന് മിക്സ് അടിക്കും പോലെ, അല്ലെങ്കിൽ വളരെയധികം വേഗത്തിൽ അവരുടെ മനസ്സ് യന്ത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ആരുമായി, ഈ പ്രപഞ്ചവുമായി, പ്രപഞ്ചത്തിൻ്റെ സത്യവുമായി അവരന്വേഷിക്കാനുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒരു റേസ് അയച്ചിരിക്കുകയാണ് പ്രപഞ്ചത്തിലേക്ക്. അത് മനസ്സിനോട് തന്നെയാണ് അയക്കുന്നത്, പോകുന്നത് മനസ്സിനകത്തോട്ട് തന്നെയാണ്. പക്ഷേ വിഷയം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളതാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. അപ്പോൾ എന്താണ് ആത്മീയത എന്നുള്ളതിനെ സംബന്ധിച്ച്, ആത്മീയത എന്തെന്നുള്ള അന്വേഷണമായിരുന്നില്ല, മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ കാര്യങ്ങൾ എന്താണ്, സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്, ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൗതികമായ ചിന്തകൾ എന്ന് പറയുമ്പോൾ എവിടെ നിൽക്കുന്നു, എങ്ങനെ ഈ പറയുന്ന ദുഃഖസാഗരത്തിൽ നിന്ന് കയറാം, ആത്മചിന്താപരമായ
സച്ചിദാനന്ദപരമായ ആനന്ദത്തിലേക്ക് എങ്ങനെ മനുഷ്യന് കടക്കാൻ പറ്റും? ഈ ചിന്തയിൽ നിന്നാണ് നമുക്ക് ഇന്ത്യയുടെ തുടക്കം. അപ്പോൾ ഇങ്ങനെ തുടങ്ങി പോകുമ്പോഴാണ് ജ്ഞാനം കൊണ്ട് നമുക്കപ്പോൾ കർമ്മമുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ സംബന്ധിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള അറിവ്, വിവരം, പിന്നെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്കുള്ള അറിവാണ്. അത് കഴിഞ്ഞാൽ ജോലിയുണ്ട്. നമുക്കിത് ആളുകൾ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണല്ലോ, പ്രവർത്തികളിൽ ഏർപ്പെടുകയാണല്ലോ. അതെങ്ങനെ, അതിൻ്റെ രീതിശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ്, അത് അന്വേഷിക്കാൻ തുടങ്ങി. അത് കഴിയുമ്പോഴാണ് ഈ പ്രപഞ്ചവും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് മനുഷ്യൻ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഭക്തിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അഹങ്കാരം വിട്ട് നമ്മളൊരു സമർപ്പണപരമായി എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സമർപ്പണമായിട്ട് ചെയ്യാം, അഹങ്കാരത്തോടുകൂടി ചെയ്യാം, കൂലിക്ക് വേണ്ടി ചെയ്യാം, ശമ്പളത്തിന് വേണ്ടി ചെയ്യാം, അധികാരത്തിന് വേണ്ടി ചെയ്യാം. പലതരത്തിലാണ് ഒരു വസ്തുവിനെ നമ്മൾ സമീപിക്കുന്നത്, ഒരു കാര്യത്തെ സമീപിക്കുന്നത്. അപ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ചില അന്വേഷണങ്ങൾ. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളും ഒരു അന്വേഷണമാണ് നടന്നിരിക്കുന്നത്. അത് ഉപനിഷത്തുകളായാലും വേദമായാലും ഇതിഹാസങ്ങളായാലും എല്ലാറ്റിലും ഒരു അന്വേഷണമാണ്. ഇപ്പോൾ രാമൻ്റെ കഥ പറയുന്ന രാമൻ അസത്യത്തിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ സത്യത്തിലേക്കുള്ള നടത്തയാണ്, ആ യാത്രയാണ്, രാമൻ്റെ അയനമാണ്. ആ അയനത്തിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അതിനെന്തൊക്കെ ത്യാഗം സഹിക്കണം, ഏതൊക്കെ ലെവൽ മാനസിക സംഘർഷങ്ങളുണ്ടാകും, അതെങ്ങനെയാണ് മുറിച്ച് കടക്കുക, ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. മറ്റേ മഹാഭാരതം എടുത്താലും അതിനകത്ത് അർജുന വിഷാദ യോഗവും അല്ലെങ്കിൽ അർജുനനും ഈ കൃഷ്ണനുമായിട്ടുള്ള സംവാദവും ഗീതയൊക്കെ എടുത്താലും ഇത് തന്നെയാണ് പറയുന്നത്. വളരെ കൃത്യമായ ഓരോരുത്തരുടെയും ധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം, ആ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ധർമ്മത്തിന് അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, യുദ്ധം ആവശ്യമുണ്ടോ, യുദ്ധം ഒരിക്കലും ആവശ്യമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കൃഷ്ണൻ നിൽക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടൊരു യുദ്ധം ചെയ്യേണ്ടി വരുന്നു, യുദ്ധം അനിവാര്യതയാക്കുന്നത് എപ്പോൾ, അതെങ്ങനെയാണ് മറികടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ കാര്യകാരണ സഹിതമുള്ള അനാലിസിസാണ് അല്ലെങ്കിൽ വിശകലനമാണ് ഈ ഇതിന് പിന്നെ ദൈവമുണ്ടോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് പറയുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തരാൻ പറ്റുന്ന ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റും? അങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്ന മനസ്സിൻ്റെ ചിന്തകൾക്കകത്ത് നിൽക്കുന്നൊരു വസ്തുവല്ല, മൈൻഡിൻ്റെ ചിന്തകൾക്ക് പുറത്ത് നിൽക്കുന്നൊരു വസ്തുവാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്നൊരു വസ്തുവിനെ അകത്ത് കയറ്റി ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. മനസ്സിൻ്റെ ചിന്തയ്ക്ക് പുറത്ത് നിൽക്കുന്നൊരു വസ്തുവാണ്, ഒരു മെറ്റീരിയൽ വേൾഡിന് പുറത്ത് നിൽക്കുന്ന വസ്തുവാണ്. മനസ്സെന്ന് പറയുന്നത് ഒരു പരിധിവരെ ഒരു മെറ്റീരിയൽ വേൾഡുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അല്ലാതെ സ്പിരിച്വൽ വേൾഡ് അല്ല ശരിക്കും മനസ്സ്. അപ്പോൾ അങ്ങനെ മനസ്സിൻ്റെ ചിന്തകൾ, ശരീരത്തിൻ്റെ ചിന്തകൾക്കുമൊക്കെ, അല്ലെ ശരീരത്തിനകത്തുള്ള മനസ്സിൻ്റെ ചിന്തകൾക്ക് അപ്പുറമല്ല, ബിയോണ്ട് അവർ മൈൻഡ് ഓർ ബിയോണ്ട് അവർ ലിമിറ്റ്, ബിയോണ്ട് അവർ സ്കോപ്പിനകത്ത് നിൽക്കുന്ന ദൈവങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ള അന്വേഷിക്കുകയും അത് പരസ്പരം ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ആ ചോദ്യത്തിലൊരു യുക്തിക്കേടുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ഒരു യുക്തിക്കേടുമൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇതാണ് ഇതിനകത്ത് കൂടെ കടന്നുപോയപ്പോൾ ഭാരതത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്ത വരുന്നത് തന്നെ ഞാനീ പറഞ്ഞതുപോലെ സുഖം എവിടെയാണ്, ഒന്നാമത്തെ ചോദ്യം സുഖം എന്നാൽ എന്താണ്, സുഖമുണ്ടോ, അതെവിടെയാണ്, എന്താണ് അതിൻ്റെ ആന്തരികമായ രൂപം, എന്താണ് ദുഃഖം, എന്താണ് ദുഃഖത്തിൻ്റെ ഘടകങ്ങൾ, എന്താണ് ദുഃഖത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതാണ്, ഇതെങ്ങനെ മുറിച്ച് കടക്കാൻ പറ്റും? ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ദുഃഖത്തിൻ്റെ വിവിധ വശങ്ങളെ മുറിച്ച് കടന്നുകൊണ്ട് സുഖത്തിലേക്ക് കടന്നാൽ പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു ആനന്ദ രൂപത്തിലേക്ക് പോവുക, ഈ ഒരു അന്വേഷണത്തിൻ്റെ പാതയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യരും നമ്മളുമായിട്ടുള്ളൊരു വ്യത്യാസം. പാശ്ചാത്യർ പുറം ലോകത്തിൽ നിന്ന് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിൽ നമ്മൾ അകത്തു നിന്നാണ് പലതും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അത് തുടർ വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്, അതിൽ മാനവരാശിക്ക് എന്തൊക്കെയാണ് കിട്ടിയത്, അതിൻ്റെ ശരി തെറ്റുകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ട വിഷയം.